ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. കൂടുതൽ ആഴത്തിലുള്ള ആത്മാർത്ഥത, സംസാരിക്കാൻ കൂടുതൽ ധൈര്യം, പ്രവർത്തനത്തിൽ കൂടുതൽ ഗൗരവം എന്നിവയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയുമായിരുന്ന സരോജിനി നായിഡുവിൻ്റെ വാക്കുകളാണിവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് സിന്ധു സൂര്യ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ എന്നിവ കേൾക്കാം. ആദ്യം സിന്ധു സൂര്യ എഴുതി അവതരിപ്പിക്കുന്ന കവിത. പ്രണയം വന്യം. കാടഴിച്ചിട്ട ഒച്ചകളുടെ മിശ്രതാളങ്ങളിൽ നാം ഒരു കുഞ്ഞിനെപ്പോലെ വിസ്മയം കൊള്ളുന്നു. ഇലയുടെ, മണ്ണിൻ്റെ, പുഴയുടെ മണം, കാൽ കീഴിൽ ചതഞ്ഞ പുൽഗന്ധം. നമുക്ക് ആദിമ മനുഷ്യനെ പോലെ നദികളെ പുതയ്ക്കാം, കനത്ത ശിലകളെ തണുപ്പിക്കുന്ന പുഴകളാവാം. കാടഴിച്ചിട്ട ഒച്ചകളുടെ മിശ്രതാളങ്ങളിൽ നാം ഒരു കുഞ്ഞിനെപ്പോലെ വിസ്മയം കൊള്ളുന്നു. ഇലയുടെ, മണ്ണിൻ്റെ, പുഴയുടെ മണം, കാൽ കീഴിൽ ചതഞ്ഞ പുൽഗന്ധം. നമുക്ക് ആദിമ മനുഷ്യനെ പോലെ നദികളെ പുതയ്ക്കാം, കനത്ത ശിലകളെ തണുപ്പിക്കുന്ന പുഴകളാവാം. നോക്കൂ, മനുഷ്യൻ്റെ മുഖപടം മാറ്റിയ നമ്മുടെ ചില്ലകളിൽ ചലഭങ്ങളും കിളിയൊച്ചകളും, പുഴയിടുക്കുകളിൽ പരൽമീൻ പുളപ്പ്, കാതുകളിൽ ഭൗമഗർഭങ്ങളിൽ നിന്നും ഒരു ഉറവിൻ്റെ മൃദുഗീതം, നനുത്ത മഴകൾ, മരങ്ങളുടെ ഉടൽ ചുംബനങ്ങൾ. നോക്കൂ, മനുഷ്യൻ്റെ മുഖപടം മാറ്റിയ നമ്മുടെ ചില്ലകളിൽ ശലഭങ്ങളും കിളിയൊച്ചകളും, പുഴയിടുക്കുകളിൽ പരൽമീൻ പുളപ്പ്, കാതുകളിൽ ഭൗമഗർഭങ്ങളിൽ നിന്നുമൊരു ഉറവിൻ്റെ മൃദുഗീതം, നനുത്ത മഴ, മരങ്ങളുടെ ഉടൽ ചുംബനങ്ങൾ. ഇരുട്ടിൻ്റെ ആഴമുള്ള മിഴികളിലേക്ക് ഒരു മിന്നാമിനുങ്ങ് വഴിപ്പെടുന്നു. കാട് പൂക്കുന്നു, ഒറ്റയിതൾ പൂവായി നാം കൂടുമാർ. അഴിഞ്ഞു വീണ മലർച്ചെണ്ട് പോലെ മണ്ണിൽ പുതഞ്ഞ് നാം. ഇരുട്ടിൻ്റെ ആഴമുള്ള മിഴികളിലേക്ക് ഒരു മിന്നാമിനുങ്ങ് വഴിപ്പെടുന്നു. കാട് പൂക്കുന്നു, ഒറ്റ ഇതൾ പൂവായി നാം കൂടുമാറുന്നു. അഴിഞ്ഞു വീണ മലർച്ചെണ്ട് പോലെ മണ്ണിൽ പുതഞ്ഞ് നാം. ഹാ, നദികളും തരുക്കളും ചേർന്ന് പുതപ്പിക്കുന്നുവല്ലോ. ജീവതന്തുക്കളിൽ കുളിർ നിറയുന്നു. ആകാശഭൂമികളെ തൊട്ടൊഴിഞ്ഞൊരു കാറ്റ് കണ്ണുകളിൽ, ചൊടികളിൽ ചുംബിക്കുന്നു. ഇനി എന്നാണ് നാം കാണുന്നത്? എന്നെ കാറ്റും നിന്നെ കടലുമെടുത്തല്ലോ. ഹാ, നദികളും തരുക്കളും ചേർന്ന് പുതപ്പിക്കുന്നുവല്ലോ. ജീവതന്തുക്കളിൽ കുളിർ നിറയുന്നു. ആകാശഭൂമികളെ തൊട്ടൊഴിഞ്ഞൊരു കാറ്റ് കണ്ണുകളിൽ, ചൊടികളിൽ ചുംബിക്കുന്നു. ഇനി എന്നാണ് നാം കാണുന്നത്? എന്നെ കാറ്റും നിന്നെ കടലുമെടുത്തല്ലോ. അടുത്തതായി ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹരിപ്രിയ അനീഷ്. കഥ മടങ്ങിവരവ്. പതിവ് പോലെ അന്നും ഗ്രാമമുണർന്നത് കുന്നിൻ മുകളിലെ ഭഗവതീ ക്ഷേത്രത്തിൽ നിന്നുള്ള ദേവീഗീതങ്ങൾ കേട്ടുകൊണ്ടാണ്. അടുക്കളയിൽ തിടുക്കപ്പെട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്ന സരസ്വതിയമ്മ മകളെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു. നിലത്തു വിരിച്ചിരുന്ന പുൽപ്പായയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുകയാണ് അരുണയും അഭിജിത്തും. സരസ്വതിയമ്മ അവർക്കരികിലിരുന്ന് മകളെ കുലുക്കി വിളിച്ചു. അരുണേ, വേഗം എഴുന്നേൽക്ക് മോളെ, നേരം ഒരുപാടായി. അരുണ കണ്ണു തിരുമ്മി പായയിൽ എഴുന്നേറ്റിരുന്നു. നീ ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ വേഗം കുളിച്ചൊരുങ്ങ്, തൃത്തലെ അമ്മിണി വിളിച്ചിരുന്നു. അരുണയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് അമ്മിണി. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലിരുന്നു പഠിക്കുന്നവർ. അവൾ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മേ, ഞാൻ കിണറ്റുകരയിൽ കുളിച്ചോട്ടെ, എനിക്ക് തനിച്ച് പുഴയിൽ പോകാൻ വയ്യ. അമ്മിണി ഇന്ന് വരികയുമില്ല. അത് സാരമില്ലെന്ന് വയ്ക്കാം, പക്ഷേ പുഴയിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. നീ എന്തേലും ചെയ്യുവെണ്ണേ. അരുണ പല്ല് തേച്ചുകൊണ്ട് കിണറ്റുകരയിലേക്ക് നടന്നു. തണുത്ത വെള്ളം ദേഹത്തേക്ക് കോരിയൊഴിക്കുമ്പോൾ അവളിൽ പ്രത്യേകിച്ച് ഭാവചലനങ്ങളൊന്നും പ്രകടമായില്ല. അമ്പലത്തിൽ പോകാനല്ലേ, തങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റിത്തരാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കാൻ. അരുണ കുളിച്ചു വന്ന് ഭിത്തിയിൽ തറച്ചിരുന്ന ചെറിയ കണ്ണാടിയിൽ നോക്കി മുടിയിഴകൾ മാടിയൊതുക്കി. ചന്ദന കളറുള്ള പട്ടുപാവാടയും ബ്ലൗസും കൂടി ധരിച്ചു നിന്നപ്പോൾ
എന്തുകൊണ്ടോ താൻ സുന്ദരിയാണെന്ന് അവൾക്ക് ആദ്യമായി തോന്നി. ഇപ്പോൾ താൻ തീരെ ചെറിയ കുട്ടിയല്ല. കൊത്താങ്കല്ലുകൾ പിറക്കിയും മണ്ണപ്പം ചുട്ടും പറ്റും കഴിഞ്ഞിരുന്ന ബാല്യം തന്നിൽ നിന്ന് അകലാൻ പോകുന്നു. ഇപ്പോൾ പാടവരമ്പത്തും ഇടവഴിയിലുമൊക്കെ ചെക്കന്മാരുടെ കമന്റുകൾ കേൾക്കാറുണ്ട്. ഒന്നിനും ചെവി കൊടുക്കാറില്ല. കാരണം തനിക്ക് മുന്നിൽ പഠിച്ചുയരുക, നല്ലൊരു ജോലി സമ്പാദിച്ച് അമ്മയുടെ കഷ്ടപ്പാടുകൾ മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ കൗമാരവും യൗവനവും ഒക്കെ കടന്നുപോയെന്നിരിക്കും. ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് അമ്മിണി പറഞ്ഞത് എത്ര സത്യമാണ്. ചിന്താഭാരങ്ങളിൽ നിന്ന് അമ്മയുടെ നീട്ടിയുള്ള വിളി കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. മോളെ, നീ അവിടെ എന്തെടുക്കുക? സമയം ഒരുപാടായി. പോയിട്ട് വന്നിട്ട് വേണം അമ്മയ്ക്ക് ഇല്ലത്തേക്ക് പോകാൻ. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അരുണ വേഗം മുറ്റത്തേക്കിറങ്ങി. അമ്മേ, ഞാൻ പോയിട്ട് ഷഠേന്ന് വരാൻ കേട്ടോ. അവൾ വേലി കടന്ന് പഞ്ചായത്ത് റോഡ് വഴി പെട്ടെന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള കുറുക്കുവഴിയെ നടന്നു. അമ്പലത്തിലെത്തിയപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ദർശനഭാഗ്യം നേടാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ അമ്മിണിയെയും കണ്ടു. അവളുടെ ഏട്ടനും കൂടെയുണ്ട്. അതുകൊണ്ടാകും തന്നെ വിളിക്കാതിരുന്നത്, അരുണ ഓർത്തു. തൊഴുതിറങ്ങുമ്പോൾ അമ്പലമുറ്റത്തെ ആൽത്തറയിൽ ഇരുന്ന് ആരോ കമന്റ് പറയുന്നത് കേട്ടു. അത് ആ കണ്ണങ്കരയില്ലത്തെ സരസിയുടെ മോളല്ലേ? പെണ്ണിങ്ങ് കേറി പോന്നല്ലോ. അപരൻ പറയുന്നത് എന്തെന്ന് കേൾക്കാതെ അരുണയുടെ കണ്ണുകൾ അമ്മിണിയെ തിരഞ്ഞു. കാണാതെ വന്നപ്പോൾ കാലുകൾ നീട്ടി വലിച്ചു നടന്നു. എന്നാൽ വീടിനോടടുക്കും തോറും അവൾക്ക് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോകാതിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇന്നത്തെ വേലക്കാരി ആവേണ്ടിയിരുന്നില്ല. തെറ്റുകളൊന്നും ചെയ്യാതെ തന്നെ വേലക്കാരിയായ ദുർനടപ്പുകാരി എന്നുള്ള പേര് അമ്മയ്ക്കൊരു അലങ്കാരം പോലെ പതിച്ചു കിട്ടിയിരിക്കുന്നു. അത് തങ്ങൾ അറിയാതിരിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പാവം. നൊമ്പരങ്ങളുടെ ഈ എടുക്കാ ചുമടുമായി നടക്കുമ്പോൾ താൻ നെഞ്ചുപൊട്ടി മരിച്ചു പോകുമെന്ന് അരുണയ്ക്ക് തോന്നി. ഒന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. അരുണ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ ഇല്ലത്തേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അഭി തിണ്ണയിലിരുന്ന് എന്തോ എഴുതുകയാണ്. അവൻ ഇന്ന് എന്തെങ്കിലും നോട്ട് തയ്യാറാക്കിക്കൊണ്ട് ചെല്ലേണ്ടതുണ്ടാവും. അല്ലെങ്കിൽ ഇത്ര ആത്മാർത്ഥമായ പഠിപ്പൊന്നും കാണിക്കാത്തതാണ്. മോളെ, ചോറും ചമ്മന്തിയും മുറിയിലിരിപ്പുണ്ട്. സ്കൂളിൽ പോകും മുമ്പേ അഭിക്കും കൊടുത്ത് നീയും കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. ബാക്കി നന്നായി അടച്ചു വെക്കണം. അല്ലെങ്കിലേ തെരുവു നായ്ക്കളുടെ ശല്യം കൂടുതലാ. അവറ്റകൾ കയറി തിന്നിട്ട് പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അരുണ തലകുലുക്കി സമ്മതിച്ചു. എന്നിട്ട് കയ്യിലെ ഇല ചീന്തി കരുതിയിരുന്ന പ്രസാദം അല്പം എടുത്ത് അമ്മയുടെ നെറ്റിയിൽ തൊട്ടു. കവിളത്തൊരു ഉമ്മ കൂടി കൊടുത്തപ്പോൾ അവർ തടഞ്ഞു. ആ മതി മതി, ഞാൻ ഇനി ഇല്ലത്തേക്ക് ചെല്ലട്ടെ. അവിടെ 100 കൂട്ടം പണി കിടപ്പുണ്ട്. അപ്പോഴാ നിന്റെ ഒരു... അവർ ചിരിച്ചു. അമ്മ ധൃതിയിൽ പോകുന്നത് നോക്കി അല്പനേരം കൂടി തിണ്ണയിൽ തന്നെ നിന്നിട്ട് അരുണ മുറിക്കുള്ളിലേക്ക് കടന്നു. തനിക്കും അഭിക്കും കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളും ടിഫിൻ ബോക്സും എടുത്തുവെച്ച ശേഷം അവൾ അവനെ വിളിച്ചു. മോനെ, എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുക. എനിക്കിന്ന് നേരത്തെ പോകണം. സ്പെഷ്യൽ ക്ലാസ് ഉള്ളതാ. ഒന്ന് പെട്ടെന്നാകട്ടെ. ചേച്ചി, ഞാൻ ഇനി സ്കൂളിലേക്കില്ല. എന്നെ എല്ലാവരും കളിയാക്കുകയാ. എഴുതിക്കൊണ്ടിരുന്നത് നിർത്താതെ തന്നെ നൊമ്പരം നിറഞ്ഞ സങ്കടത്തോടെ അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. തന്നെയോ എത്രയോ വട്ടം ഇങ്ങനെ കുട്ടികൾ വിളിച്ചിരിക്കുന്നു. പക്ഷേ താൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അതുപോലെയല്ല അഭി. അവന് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ഒരുപോലെ വരും. പിന്നെ എന്താണ് ചെയ്തു കൂട്ടുക എന്ന് അവന് തന്നെ അറിയില്ല. അരുണ ചെന്ന അനുജന്റെ അരികിലിരുന്നു. അവന്റെ ശിരസിൽ തലോടി. ഒഴുകാൻ വെമ്പൽ കൊള്ളുന്ന കണ്ണുനീർ ഒപ്പിയെടുത്തുകൊണ്ട് ആ കുഞ്ഞുമുഖം പിടിച്ചുയർത്തി അവൾ പറഞ്ഞു. സാരമില്ല മോനെ, അവർ എന്തു വേണമെങ്കിലും വിളിച്ചോട്ടെ. ചേച്ചിക്ക് അങ്ങനെ പറയാം. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. നിന്നെ കൂട്ടുകാർ പരിഹസിക്കുന്നത് പോലെ എന്നെയും അവരുടെ ചാട്ടവാർ പ്രഹരത്തിൽ പെടുത്താറുണ്ട് മോനെ. അത് ഞാൻ സഹിക്കുന്നില്ലേ? അതുപോലെ നീയും സഹിക്കണം. ഒന്നും അമ്മയോട് പറയരുത്. വിഷമിപ്പിക്കരുതേ. അതോർത്താ ഞാൻ അമ്മയോട് പറയാത്തത്. അവൻ കണ്ണീരിനിടയിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റു. അരുണിമയുടെ പിന്നാലെ നടക്കുമ്പോൾ അവന് സങ്കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എവിടെയൊക്കെയോ ഇറക്കി വെച്ച് സ്വസ്ഥനായതുപോലെ മനസ്സ് കടലാസ് വഞ്ചി കണക്കെ ഒഴുകി നടക്കുന്നു. വീടിനു മുമ്പിലൂടെ ഒഴുകുന്ന കുഞ്ഞരുവിയിലെ ഓളങ്ങളിൽ പെട്ടുലയാതെ പോകുന്ന കടലാസ് വഞ്ചി. ഭക്ഷണം കഴിച്ച ശേഷം തങ്ങളുടെ ഒറ്റമുറി വീടിന്റെ വാതിൽ ഭംഗിയായി അടച്ചെന്നുറപ്പുവരുത്തി ഇരുവരും പുറത്തേക്കിറങ്ങി. അരുണിമ 10ാം ക്ലാസ്സിലും അഭിജിത്ത് 8ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇരുവരും തങ്ങളുടെ സ്കൂളിലെ ടോപ്പ് മാർക്കിനുടമകളായ വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെയായിരുന്നു കലാകായിക മത്സരങ്ങളിലും. അഭിജിത്ത് കായിക മത്സരങ്ങളിലും അരുണിമ കലാമത്സരങ്ങളിലും എപ്പോഴും ശോഭിച്ചു നിന്നു. അതുമാത്രമായിരുന്നു സരസ്വതി അമ്മയുടെ ഏക ആശ്വാസവും. തന്റെ മക്കൾ, അവർക്ക് കഴിയുന്നത്ര വിദ്യാഭ്യാസം നൽകുവാൻ തനിക്ക് കഴിയണമെന്നായിരുന്നു അവരുടെ ഏക പ്രാർത്ഥന. അതിനുള്ള ആരോഗ്യവും ആയുസ്സും ഭഗവതി തരാതിരിക്കില്ലെന്ന് അവർ വിശ്വസിച്ചു. മക്കൾക്കായി പകുത്തു നൽകാൻ തന്റെ കയ്യിൽ ഇതുവരെ സമ്പാദ്യം ഒന്നുമില്ല. ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുമില്ല. അരുണ വളരുകയാണ്. അവൾക്കായി ഒരു മുട്ടുകമ്മൽ പോലും ഇതുവരെ വാങ്ങിയില്ലെന്നത് പോട്ടെ, തട്ടാന്റെ സമീപത്തൊന്ന് കൊണ്ടുപോയി കാതൊന്ന് കുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല.
പിന്നെയല്ലേ സമ്പാദ്യം. അഭിജിത്ത് പിന്നെ ഒരു ആൺകുട്ടിയാണ്. അവൻ തനിയെ കണ്ടെത്തിക്കോളും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പ്രാപ്തനായിക്കോളും. ഇത്തരത്തിലുള്ള ചിന്താധാരകൾ മുറിയാതെ ഇല്ലത്തേക്ക് മൂകം നടന്നുകൊണ്ടിരുന്നു സരസ്വതിയമ്മ. കുട്ടികളുടെ അച്ഛൻ പോയതിൽ പിന്നെ എന്നും തന്റേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചിരുന്നു. മറ്റുള്ളവരിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട ഒരു ജീവിതം, തന്റെ കുട്ടികളും താനും മാത്രം, അതായിരുന്നു അവരുടെ ലോകം. കൺമുന്നിൽ കാണുന്ന മറ്റൊന്നും സത്യമല്ലെന്നും എല്ലാം മിഥ്യയാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാമെന്ന് സമൂഹത്തോട് പറയാതെ പറഞ്ഞു. പട്ടിന്റെയോ പൊന്നിന്റെയോ അഴകില്ലെങ്കിലും തന്റെ മകൾ സുന്ദരിയാണ്. ദിവസങ്ങൾ അവളിലെ പെണ്ണിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ തന്റെ നെഞ്ചകമാണ് നീറുന്നത്. കുട്ടി വളരുകയാണല്ലോ എന്ന വേവലാതി. ഒറ്റയ്ക്ക് ഈ തോണി എത്രത്തോളം തുഴയാൻ പറ്റുമോ ആവോ. ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ഇല്ലത്തെത്തിയത് അവർ അറിഞ്ഞില്ല. 4 മണി വിട്ട് വീട്ടിലെത്തിയപ്പോൾ അരുണ പതിവ് പോലെ ചായ വെച്ചുകൊടുത്തു. അവനാകട്ടെ പതിവ് പല്ലവ് പാടി. വിശന്നിട്ട് വയ്യ. ഇല്ലത്തമ്മ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തുവിട്ടോ എന്ന് നോക്കിക്കേ. അതിന് അമ്മ വന്നില്ല ചെക്ക. ചോറ് വേണമെങ്കിൽ തരാം. തൽക്കാലം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ്. എനിക്കൊന്നും വേണ്ട ചേച്ചി. ഉച്ചയ്ക്കും ചോറല്ലായിരുന്നോ? എനിക്ക് വിശന്നിരിക്കാൻ വയ്യ. അനുജന് ചോറ് കൊടുത്തിട്ട് അരുണ മുറ്റത്തരികിലായി താൻ നട്ടുവളർത്തിയ മുല്ലക്കരിയിലേക്ക് ചെന്നു. അമ്പടി കള്ളി, നീ പൂത്തല്ലോ. സ്വപ്നങ്ങൾ ഉണ്ടാകുമോ നിനക്ക് വിൽക്കാൻ? എങ്കിൽ കുറച്ച് ഞാൻ വാങ്ങാം. പൈസ ഇല്ലാന്നേ ഉള്ളൂ. എന്നാലും എന്നെപ്പോലൊരു സുന്ദരിയുടെ മുടിയിൽ നിനക്കിരിക്കാമല്ലോ. ഇലക്കുമ്പിളിലേക്ക് മുല്ലപ്പൂക്കൾ അടർത്തി വെക്കുമ്പോൾ അവൾ തന്റെ ചെടിയോട് കിന്നാരം ചൊല്ലി. അമ്മയന്ന് ഇല്ലത്തുനിന്നും വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു ചെറിയ പാത്രമുണ്ടായിരുന്നു. അഭിജിത്ത് ഓടിച്ചെന്നത് പിടിച്ചു വാങ്ങി. എന്താ അമ്മേ ഇത്? അല്പം പായസമാ മോനെ. ഇല്ലത്തമ്മ നിങ്ങൾക്ക് തരുവാൻ തന്നുവിട്ടതാ. അഭിജിത്ത് തിണ്ണമേലിരുന്നു പാത്രം തുറന്നു പങ്കിട്ടു. മുന്തിയ ഭാഗം അവന് തന്നെ. അത് കണ്ട് ചിരിയോടെ പറഞ്ഞു, തീറ്റഭ്രാന്തൻ. എന്റെ പങ്കുകൂടി നീ കഴിച്ചോളൂ, എനിക്ക് വേണമെന്നില്ല. വിശന്നു വയർ പൊരിയുകയാണ്. എന്നിട്ടും അവൾ അങ്ങനെയാണ് പറഞ്ഞത്. തന്നെക്കൊണ്ട് എന്തും സഹിക്കാൻ പറ്റും. എന്നാൽ അവനോ? അതെന്തായാലും വേണ്ട, എനിക്ക് ആരുടെയും പങ്ക്. അഭിജിത്ത് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ തമ്മിലടിക്കാതെ ഉള്ളത് കഴിച്ചിട്ട് പോയിരുന്നു പഠിക്ക്. നാളെ ക്ലാസ് ഉള്ളതല്ലേ. അപ്പോഴേക്കും ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. സരസ്വതിയമ്മ പുഴയിലേക്ക് നടന്നു. അവർക്ക് വേനലായാലും വർഷമായാലും പുഴയിൽ കുളിച്ചാൽ മാത്രമേ തൃപ്തി വരൂ. ദിവസങ്ങൾ കഴിയവേ കാലവർഷം വ്യാപകമായെത്തി. ചെറുമിന്നലിൽ തുടങ്ങി ഇടിയിലും പേമാരിയിലും അവസാനിക്കുന്ന കാലവർഷക്കെടുതി. അഭിജിത്തിനും അരുണയ്ക്കും കൂടി ഒരു കുടയേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇല്ലത്തമ്മയുടെ കനിവ്. അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രം നനയാതെ ഒതുക്കിപ്പിടിച്ച് അവർ പോകുന്നത് കാണുമ്പോൾ വേലിക്കരിയിൽ നിന്ന് ചില പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. പാവം കുട്ടികൾ, ആ ഗോപാലപിള്ളയ്ക്ക് എന്തിന്റെ കേടായിട്ടാണോ എന്തോ ഇതുങ്ങളെ ഇട്ടിട്ട് പോയത്. അത് കേൾക്കുമ്പോൾ അഭിയുടെ മനസ്സ് അച്ഛനെ കൂടുതൽ കൂടുതൽ ശപിച്ചുകൊണ്ടും വെറുത്തുകൊണ്ടുവരുന്നു. ദിവസങ്ങളുടെ ഓട്ടങ്ങൾക്കിടയിൽ വർഷാന്ത്യ പരീക്ഷയുടെ സമയം മക്കൾ ഉറക്കമൊഴിഞ്ഞിരുന്നു പഠിക്കുന്നതിനിടയിൽ സരസ്വതിയമ്മ ഇടയ്ക്കിടെ അവർക്ക് കട്ടൻ അനത്തി കൊടുത്തുകൊണ്ടിരുന്നു. അരുണയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു തനിക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുമെന്ന്. അതുപോലെ തന്നെയായിരുന്നു അഭിജിത്തിനും. വിജയം എപ്പോഴും അവർക്കൊപ്പം എത്തിക്കൊണ്ടിരുന്നു. അതിനായി പ്രയത്നിച്ചുകൊണ്ടുവരുന്നു. ഒരു ദിവസം ഇല്ലത്തുനിന്ന് വന്ന സരസ്വതിയമ്മ പറഞ്ഞു, നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ അരുണെ ഇല്ലമക കോളേജിൽ ചേർക്കാമെന്ന് ഇല്ലത്തമ്മയും മറ്റും പറഞ്ഞിട്ടുണ്ടത്രേ. പരീക്ഷയുടെ റിസൾട്ട് വരാൻ വേണ്ടി അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം സമാഗതമാവുകയും ചെയ്തു. അരുണ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്കോടുകൂടി A+ നേടിയിരിക്കുന്നു. സരസ്വതിയമ്മ തന്റെ വകയെ എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു. ഇല്ലത്തമ്മ തിന്നുകയില്ലെങ്കിലും അവർക്കും കൊടുത്തു ഒരെണ്ണം. സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളായിരുന്നു അവർക്ക് പിന്നീടുണ്ടായിരുന്നത്. കോളേജിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള വർണ്ണപ്പകിട്ടാർന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അരുണ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതുവരെ കണ്ടതിലും അനുഭവിച്ചതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒന്നാണ് കലാലയ ജീവിതം തനിക്ക് നൽകാൻ പോകുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ അവൾ സ്വപ്നങ്ങളിൽ ഒഴുകി ഒരു ചിത്രശലഭത്തെ പോലെ അല്ലെങ്കിൽ വാനമ്പാടിയെപ്പോലെ പാറി നടന്നു. കോളേജ് ജീവിതം അരുണിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. തന്റെ പരിമിതികളെക്കുറിച്ച് അവൾ തീർത്തും ബോധവതിയായിരുന്നു. ഇല്ലത്തമ്മയുടെ ഔദാര്യം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. തന്റെ ലക്ഷ്യം പഠിച്ചൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനിടയിൽ മറ്റു വാഗ്ദാനങ്ങളിൽ ഒന്നും പെട്ടുപോകാൻ പാടില്ല എന്നവൾ മനസ്സിനെ ഓരോ ദിവസവും ദൃഢപ്പെടുത്തിയും കൊണ്ടിരുന്നു. അരുണ കോളേജ് ജീവിതം വിട്ടിറങ്ങിയപ്പോൾ അവൾക്ക് ചെറുതെങ്കിലും ഒരു ജോലിയായി. അഭിജിത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു. പ്രായത്തിൻ്റെതായ അവശതകളും പേറി സരസ്വതിയമ്മ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അവരുടെ പഴയ പ്രസരിപ്പ് കഠിനാധ്വാനത്തിന്റെ കാഠിന്യത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. കൂടെ ചില്ലറ രോഗങ്ങളുമായി വീട്ടിൽ തന്നെ കഴിയുമ്പോഴും സരസ്വതിയമ്മ സംതൃപ്തയായിരുന്നു. തന്റെ മകൾ ഒരു നിലയിലെത്തിയിരിക്കുന്നു. ഇനി അഭിയുടെ കാര്യം അവൾ നോക്കിക്കോളും. ബാക്കിയൊക്കെ ദൈവഹിതം പോലെ സംഭവിക്കട്ടെ. ഇതിനകം ഹൗസിംഗ് ലോൺ എടുത്ത് പണിത തങ്ങളുടെ പുതിയ വീട്ടിൽ അമ്മയും മക്കളും കൂടി
ഒരൊഴിവ് ദിവസം മുറിക്കുള്ളിലിരുന്ന് ഭാവിയെക്കുറിച്ച് ഓരോന്ന് പറയുകയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ആരുടെയോ ചിലമ്പിച്ച ശബ്ദം കേട്ടത്. അരുണ പെട്ടെന്ന് തിണ്ണയിലേക്ക് ചെന്നു. അവിടെ താടിയും മുടിയും നീട്ടി വളർത്തി മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു വൃദ്ധൻ നിന്നിരുന്നു. ഊന്നുവടിയുടെ സഹായമില്ലാതെ അദ്ദേഹത്തിന് കാലുകൾ നിലത്തുറയ്ക്കുമായിരുന്നില്ല. അയാളുടെ പ്രാഞ്ചിയുള്ള നോട്ടം അരുണിയിൽ ചെന്നു നിന്നു. ആരാ? എവിടുന്നാ? അവളുടെ ചോദ്യം വകവയ്ക്കാതെ വൃദ്ധൻ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. അയാളുടെ അന്തരംഗത്തിൽ എന്തൊക്കെയോ വേലിയിറക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതറിയാതെ അരുണ വീണ്ടും തിരക്കി. മനസ്സിലാകാഞ്ഞിട്ടാ, ഒന്നും തോന്നരുത്. അടുത്ത ക്ഷണം അയാളുടെ ചുണ്ടുകൾ ഒന്നു വിതുമ്പിക്കോടി. അതിൽ നിന്നും ദീനവിലാപത്തിൻ്റെതായ ഒരു തേങ്ങലിന്റെ ചീളുകൾ പുറത്തേക്ക് ചിതറി. മോളെ! അരുണയുടെ അന്തരാളത്തിലൂടെ ഒരു ഉഷ്ണക്കാറ്റ് വീശി. അച്ഛൻ. അപ്പോഴേക്കും ആരാ മോളെ അവിടെ എന്ന ചോദ്യവുമായി സരസ്വതി അമ്മയും പിന്നാലെ അഭിജിത്തും അവിടേക്ക് വന്നു. അവരുടെ കണ്ണുകൾ മുറ്റത്ത് നിൽക്കുന്ന അപരിചിതനിൽ തന്നെ ഉടക്കി നിന്നു. ഭഗവതി, ഇത് അത്രയും സമയം അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അഭിജിത്തിന്റെ മുഖം ചുമന്നു. കണ്ണുകളിൽ ക്രൗര്യം കത്തി. അവൻ മുറ്റത്ത് നിൽക്കുന്ന രൂപത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, അച്ഛനായിരിക്കുമല്ലേ? നിറഞ്ഞ പരിഹാസമായിരുന്നു അവന്റെ ശബ്ദത്തിൽ. നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ? 2 പൊടിക്കുഞ്ഞുങ്ങളെ ദുർബലയും യുവതിയുമായ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് സ്വന്തം സുഖം തേടി ദേശാടനമെന്ന് പേരും പറഞ്ഞ് കടന്നു കളഞ്ഞിട്ട് വീണ്ടും ഇവിടേക്ക് വരാൻ? അന്ന് ഒരു നേരത്തെ ആഹാരത്തിനായി, ഒരു നല്ല വസ്ത്രത്തിനായി ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാമോ? കണ്ടവരുടെ അടുക്കള വേല ചെയ്ത് ഭാര്യ മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ അന്വേഷിച്ചു വന്നിരിക്കുന്നോ? അതും അച്ഛനാണെന്നും പറഞ്ഞ്. ആ വാക്കിന് തന്നെ അപമാനമാണ് നിങ്ങൾ. അഭിജിത്ത് നിന്ന് കിതച്ചു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി മോനെ. കാലം അച്ഛനെ ക്ഷയരോഗിയാക്കി. എന്റെ മക്കൾ മാപ്പ് തരണം. അവനിൽ അയാളുടെ വാക്കുകൾ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. ക്രൗര്യം നിറഞ്ഞ സ്വരത്തോടെ തന്നെ അവൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ സംരക്ഷണം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. വന്ന വഴിയെ പോകാം. അവൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഗോപാലപിള്ള പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അരുണ അഭിജിത്തിന്റെ നേർക്ക് കൈകൊപ്പിക്കൊണ്ട് യാചിച്ചു. എന്നാൽ അത് അവൻ നിരസിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അച്ഛന്റെ ഒരു സ്പർശനത്തിനായി, സ്വാന്തനത്തിനായി, തണലിനായി. അപ്പോഴൊന്നും ഇല്ലാതിരുന്ന ആളുടെ സേവനം ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു സരസ്വതിയമ്മ. അവർ പെട്ടെന്ന് മകന്റെ കയ്യിൽ പിടിച്ചു. മോനെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ക്ഷമയും സഹനവും മനുഷ്യന് മാത്രം കൈമുതലായി കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്നെ നിർബന്ധിക്കല്ലേ അമ്മേ. അവന്റെ കണ്ണുകളിൽ നീർ പൊട്ടി വരുന്നത് കണ്ടിട്ടാകാം സരസ്വതിയമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. അല്പനേരം കൂടി അവിടെ നിശബ്ദം നിന്നിട്ട് ഗോപാലപിള്ള സാവകാശം തിരിഞ്ഞു നടന്നു. നരച്ച കൺപോളകളിലെ നീർക്കണങ്ങൾ ഒപ്പിക്കളയാതെ, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ. ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ കഥ അവതരിപ്പിച്ചത് ഹരിപ്രിയ അനീഷ്. അങ്കണത്തിലിനി സിന്ധു സൂര്യ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ തുടർന്ന് കേൾക്കാം. ഓർമ്മകളുടെ ഒറ്റമുറി. ഓർമ്മകളുടെ ഒറ്റമുറിക്ക് തീ പിടിക്കുന്നു. ഒറ്റമുറിക്ക് നിന്റെ പേരാണ് ഒച്ചിനെപ്പോൽ ഞാനും. ഞാനിതാ വിരഹം ചുമന്ന് തളർന്നിരിക്കുന്നു. ഓർമ്മകളുടെ ഒറ്റമുറിക്ക് തീ പിടിക്കുന്നു. ഒറ്റമുറിക്ക് നിന്റെ പേരാണ് ഒച്ചിനെപ്പോൽ ഞാനും. ഞാനിതാ വിരഹം ചുമന്നു തളർന്നിരിക്കുന്നു. ദൈവമേ, വേദനയുടെ മരുക്കാടുകളിലേക്ക് നീ എന്നെ ഒറ്റയ്ക്കയക്കണേ. കവിതയുടെ കിണർ കുത്തി മരിച്ചവളുടെ കണ്ണീര് കോരി നിനക്ക് ദാഹമാറ്റാം. ദൈവമേ, നീ എന്നെ വേദനയുടെ മരുക്കാടുകളിലേക്ക് ഒറ്റയ്ക്കയക്കണേ. കവിതയുടെ കിണർ കുത്തി മരിച്ചവളുടെ കണ്ണീര് കോരി നിനക്ക് ദാഹമാറ്റാം. ഓ, ഓർമ്മകൾക്കെന്തൊരു ഭാരമാണ്. വണ്ടിക്കാളകളെപ്പോലെ നാം നുകം തട്ടി ചുമല് പൊട്ടി ചേറിൽ വീണവർ. കാഴ്ചയുടെ ഒരു നെൽവിത്ത്, ഒരു മകൾ തളിർ, നിനക്കുമ്മ വയ്ക്കാൻ ഉണ്ണാനുറങ്ങാൻ കതിരായവൾ. ഓ, ഓർമ്മകൾക്കെന്തൊരു ഭാരമാണ്. വണ്ടിക്കാളകളെപ്പോലെ നാം നുകം തട്ടി ചുമല് പൊട്ടി ചേറിൽ വീണവർ. കാഴ്ചയുടെ ഒരു നെൽവിത്ത്, ഒരു മകൾ തളിർ, നിനക്കുമ്മ വയ്ക്കാൻ ഉണ്ണാനുറങ്ങാൻ കതിരായവൾ. സ്വപ്നമാണ് മരിച്ചിട്ടും. പൊട്ടിയ തലയോട്ടി നിറയെ കണ്ണിറങ്ങിപ്പോയ ഒരാത്മാവിൻ്റെ ഇതളിലും സ്വപ്നമാണ്. സ്വപ്നമാണ് മരിച്ചിട്ടും. പൊട്ടിയ തലയോട്ടി നിറയെ കണ്ണിറങ്ങിപ്പോയ ഒരാത്മാവിൻ്റെ നനഞ്ഞ ഇതളിലും സ്വപ്നമാണ് നീ വരുമെന്ന്.
സ്നേഹം പെട്ടെന്ന് വാടുന്ന ഒരിലയാണ്. വെറുതെ ഓർമ്മകൾ മരവേര് പോലെ ചുറ്റിപ്പടരുന്നു. സ്നേഹം പെട്ടെന്ന് വാടുന്ന ഒരിലയാണ്. നിമിഷദൂരങ്ങളുടെ വേനൽക്കാറ്റുമതി തളർന്നു പോവാൻ. വെറുതെ ഓർമ്മകൾ മരവേര് പോലെ ചുറ്റിപ്പടരുന്നു. സ്നേഹം പെട്ടെന്ന് വാടുന്ന ഒരിലയാണ്. നിമിഷദൂരങ്ങളുടെ വേനൽക്കാറ്റുമതി തളർന്നു പോകാൻ. എനിക്കും നിനക്കുമിടയിൽ എന്ത് എന്നുത്തരമറിയാത്ത കുട്ടിയെപ്പോലെ നെറ്റിമേൽ കൈതാങ്ങും. എനിക്കും നിനക്കുമിടയിൽ എന്ത് എന്ന് ഉത്തരമറിയാത്ത കുട്ടിയെപ്പോലെ നെറ്റിമേൽ കൈതാങ്ങും. അടുത്തടുത്ത ബെഞ്ചുകളിലിരുന്ന് നോട്ടങ്ങൾ എഴുതി ബ്ലാക്ക് ബോർഡ് നിറയ്ക്കും. പാതി നെല്ലിക്കയുടെ ചവർപ്പിലേക്ക് നാവ് നുണഞ്ഞ് ഉച്ചവെയിലിൽ പൂക്കും. അടുത്തടുത്ത ബെഞ്ചുകളിലിരുന്ന് നോട്ടങ്ങൾ എഴുതി ബ്ലാക്ക് ബോർഡ് നിറയ്ക്കും. പാതി നെല്ലിക്കയുടെ ചവർപ്പിലേക്ക് നാവ് നുണഞ്ഞ് ഉച്ചവെയിലിൽ നാം പൂക്കും. ബസ് സ്റ്റാൻഡിലെ പ്രാക്കൂട്ടങ്ങളെപ്പോലെ നാം കുരുത്ത പട്ടങ്ങളാവും. ബസ് സ്റ്റാൻഡിലെ പ്രാക്കൂട്ടങ്ങളെപ്പോലെ നാം കുരുത്ത പട്ടങ്ങളാവും. 4 മണി ബസ്സിൻ്റെ വാതിലിറങ്ങി നീ പോകുമ്പോൾ ഞാൻ വീണ്ടും മരയുടലിലെ ചുറ്റിയ പാമ്പൻ വള്ളികളാവും. 4 മണി ബസ്സിൻ്റെ വാതിലിറങ്ങി നീ പോകുമ്പോൾ ഞാൻ വീണ്ടും മരയുടലിലെ ചുറ്റിയ പാമ്പൻ വള്ളികളാകും. നിനക്ക് നോവുന്നുണ്ടോ? സിന്ധു സൂര്യ എഴുതി അവതരിപ്പിച്ച കവിതകൾ, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.